ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണമെന്ന് ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ പല്ലനയിൽ തെരുവുനായ ആക്രമണത്തിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് ശരീരം തളർന്നുപോയ മത്സ്യത്തൊഴിലാളി കുട്ടിയുടെ കുടുംബത്തെ സർക്കാർ കബളിപ്പിച്ചു. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ആശുപത്രി ബിൽ 14 ലക്ഷം ആയതോടെ ചികിത്സ പൂർത്തിയാക്കാതെ ഡിസ്ചാർജ് വാങ്ങുകയായിരുന്നു. സ്വർണം പണയം വെച്ചും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയുമാണ് തുക അടച്ചത്. സർക്കാർ സഹായം പ്രഖ്യാപിച്ചതോടെ പൊതുജനങ്ങളുടെ സഹായവും കിട്ടാത്ത അവസ്ഥയിലായി. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടിലേക്ക്. അതിനു മുൻപ് പറ്റിയപ്പോഴുള്ള വാർത്തയും മന്ത്രിയുടെ പ്രതികരണവും ഒന്ന് കാണാം. തെരുവുനായ പിന്തുടർന്ന് ആക്രമിക്കുന്നതിനിടയിൽ വീണ് നട്ടലിന് ക്ഷതമേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടിയെ ചികിത്സിക്കാൻ മാർഗമില്ലാതെ കുടുംബം. നിർധനരായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി സ്വകാര്യ ആശുപത്രിയിൽ ചിലവായത് 3 ലക്ഷത്തോളം രൂപയാണ്. കിടക്കാൻ ഒരു വീട് പോലുമില്ലാത്ത സൂരജിന്റെ വീട്ടുകാർ തുടർ ചികിത്സയ്ക്കായുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ആശങ്കയിലാണ്. ന്യൂസ് 18 ഫോളോ അപ്പ്. കടൽ തീരത്തോട് ചേർന്ന് പാതി വിണ്ടു തകർന്നു വീഴാറായ ഈ ഒറ്റമുറി വാടക വീട്ടിലാണ് സൂരജും അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം ജീവിക്കുന്നത്. ഇതാണ് വാടക വീട്. വിണ്ട് കീറിയും വെട്ടിയൊക്കെ കിടക്കുകയാണ്. ഈ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീടിന്റെ അവസ്ഥ ഇവിടെ എല്ലാം പൊട്ടിയും പടിഞ്ഞാറുന്നുള്ള കാലത്തിനെയും പിന്നെ വെള്ളം അടിച്ച് കയറുകയും എല്ലാം ചെയ്യും. വിണ്ട് നിൽക്കുവാണ്. 3 മക്കളാണ്. 3 മക്കൾ. ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ എവിടെയാ? ഒന്ന് പിന്നെ പെങ്ങളുടെ കൂടാണ്, ഒന്ന് വീട്ടിലുണ്ട്. ഇപ്പൊ രാത്രി അപ്പം ഈ കുട്ടികൾ നിങ്ങളുടെ കൂടെയാണോ? വീട്ടിലാണ് കിടക്കുന്നത്? പിന്നെ പറ്റിയ സൂരജും വീട്ടിലാണ് കിടക്കുന്നത്. സൗകര്യക്കുറവ് മൂലം രാത്രിയായാൽ അച്ഛൻ ശശീന്ദ്രന്റെ കുടുംബ വീട്ടിലാണ് സൂരജ് ഉറങ്ങാനായി പോകുന്നത്. അങ്ങനെ പോകും വഴിയാണ് അവനെ തെരുവുനായക്കൂട്ടം ആക്രമിച്ചതും വീണ് നട്ടലിന് ഗുരുതര പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെടുന്നതും. ചികിത്സാ ചെലവ് ഏറിയ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയതുപോലും കടം വാങ്ങിയും ബന്ധുക്കളുടെ സ്വർണം വിറ്റുമൊക്കെയാണ്. ദിവസം പണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും കിട്ടിയപ്പോൾ കാര്യമാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുക. വേറെ എന്തെങ്കിലും അവരെ നടത്താനുള്ളത് ഗവൺമെന്റ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരെന്ത് ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കും. കാര്യം ഞങ്ങൾക്ക് മാർഗമില്ല. അവരെ ചികിത്സിച്ച് ഇതാകാനായിട്ടുള്ള. ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും ചികിത്സ എങ്ങും എത്തിയിട്ടില്ല. ചലനശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. സുമനസുകളുടെയും സർക്കാരിന്റെയും സഹായം ലഭ്യമായാൽ മാത്രമേ ഇനി ആ കുടുംബത്തിന് പിടിച്ചു നിൽക്കാനാകൂ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇത് എന്റെ ശ്രദ്ധയിൽ ഒരു ചാനൽ പെടുത്തി. അപ്പൊ തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ, പഞ്ചായത്ത് ഭാരവാഹികളെ ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു. അവർക്ക് അടിയന്തരമായ സാമ്പത്തിക സഹായം ഇപ്പോൾ ഓൾറെഡി തന്നെ അവർ ഒരു 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്ത് അവർ കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുട്ടി ഇപ്പോൾ ചികിത്സിക്കുന്നത് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ടവരെല്ലാം ഞാൻ തന്നെ വിളിച്ചു. അവർ സാമ്പത്തികം നോക്കേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാ ചികിത്സാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഇപ്പോൾ ഞാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതായിരുന്നു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ വാക്ക്. ഇത്തരത്തിൽ ആ കുടുംബത്തെ സഹായിക്കും എന്നും ആശുപത്രി ചെലവുകളടക്കം വഹിക്കുമെന്നും മറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഞങ്ങളൊന്ന് അന്വേഷിച്ചു. ഒരു വാഗ്ദാനത്തിൽ യാതൊരു തരത്തിലുള്ള വാഗ്ദാനം പാലിക്കുന്ന അവസ്ഥയുണ്ടായില്ല. ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. വല്ലാത്ത അവസ്ഥയിൽ ആ കുടുംബം ഇപ്പോഴും കഴിയുകയാണ്. ആ വാർത്തയിലേക്ക് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിലേക്ക് ഒരിക്കൽ കൂടി. 2023 ജൂൺ 26 ആലപ്പുഴ പല്ലന സ്വദേശിയായ 17 വയസ്സുകാരൻ തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുന്നത്. അതായത് രാത്രി പുറത്തേക്ക് ഇറങ്ങിയ കുട്ടിയെ തെരുവുനായ പിന്തുടരുകയും കുട്ടി ടെറസിന്റെ മുകളിൽ ഓടിക്കേറി അവിടെയും തെരുവുനായ ആക്രമണം ഉണ്ടായി. അങ്ങനെ മുകളിൽ നിന്ന് കുഞ്ഞ് നടുവടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ആ വീഴ്ചയിൽ ചലനശേഷി അടക്കം കുട്ടിയുടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് സർക്കാരിൻ്റെതായ ഒരു ഇടപെടൽ അന്ന് ഉണ്ടായത്. അതായത് ഫിഷറീസ് മന്ത്രി, ജില്ലയിലെ മന്ത്രി കൂടിയാണ് ഫിഷറീസ് മന്ത്രിയായ സജി ചെറിയാൻ, കുട്ടിയുടെ ചികിത്സ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ
ആ ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അതിൽ തന്നെ നമ്മളോടൊപ്പം ഈ 2 വർഷങ്ങൾക്ക് ശേഷം ഈ 2 വർഷം വരെ ഈ കുടുംബം സഹായങ്ങൾക്കായി കാത്തു നിന്നു എന്നുള്ളതാണ്. അതായത് ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ചികിത്സയ്ക്കായി വേണ്ടി വന്നു. അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ന്യൂസ് 8 ഇപ്പോൾ മാധ്യമം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിലവിലത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്? അതെന്ന് വെച്ചാൽ ഈ സഹോദരങ്ങൾ അവരെല്ലാം സ്വർണ്ണമൊക്കെ പണയം വെച്ചാൽ ഞങ്ങൾക്ക് തരുന്നത്. കിടക്കാൻ വീട് പോലും ഇല്ല, കയറി കിടക്കാൻ വിൽക്കുക വരെ ചെയ്തു. ഞങ്ങള് സ്വർണം വിറ്റ് ആ രാത്രി സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഫൈനാൻസുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ വരെ അക്കൗണ്ടിൽ കാശിട്ട് തന്നു. അതായത് ആശുപത്രിയിൽ നിന്നും പറഞ്ഞ സമയത്തൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് സഹായം കിട്ടിയില്ല. ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഡിസ്ചാർജ് ആയ സമയത്തെങ്കിലും സർക്കാരിൽ നിന്ന് പിന്നെ അവിടെ പണം കൊടുത്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഈ പോയ കുഞ്ഞുങ്ങൾ വിളിച്ച് ഇവിടെ തൊട്ടാണ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഉള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് സ്വർണം മേടിച്ചതും ഈ ഫൈനാൻസിൽ കൊണ്ടുപോയി പണയം വെച്ചതും അയാൾ ലാസ്റ്റ് തികയാതെ വന്നപ്പോൾ ആ മനുഷ്യനും 50,000 രൂപ ഇട്ട് കൊടുത്ത്. അതായത് ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ ആശുപത്രിയിൽ എത്ര നാൾ കിടന്നു? 1 വർഷത്തോളം കിടന്നു ഞങ്ങൾ. ഈ 1 വർഷം കിടക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഈ തിരുവല്ലയിലായിരുന്നല്ലേ നിങ്ങൾ ഉണ്ടായിരുന്നത്? മന്ത്രി നിങ്ങളെ കാണാനോ എന്തെങ്കിലും ശ്രമം ഉണ്ടായോ? ഇല്ല, വന്നില്ല. നിങ്ങൾ മന്ത്രി ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടില്ലേ ഈ സഹായവും കിട്ടുമെന്നുള്ള കാര്യങ്ങൾ? പറഞ്ഞു മനുവിനെയാണ് ഞാൻ ഈ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത്. മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിനെയാണ് ഈ വിളിച്ച് പറയുന്നത്. അപ്പം മനു പറയുന്നത് അത് അവർ ചെയ്യും പേടിക്കേണ്ട, ചെയ്യും, പോകുന്നതിനുള്ളിൽ എല്ലാം റെഡിയാക്കി പിന്നെ ബില്ലടക്കി വന്നാ പറയുന്നത്. അതായത് പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു യോഗമൊക്കെ വിളിച്ചിട്ടാണ് നിങ്ങൾ കുട്ടിയുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ആശുപത്രിയിൽ നിങ്ങൾ എത്ര കാലം കിടന്നു? ഈ 1 വർഷത്തോളം കിടന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താ? ഡിസ്ചാർജ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളത് പറഞ്ഞ ഞങ്ങൾ പണവുമായിട്ടല്ല പോയിരുന്നു. മൊത്തം ഇവിടെ 2.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ 2.5 ലക്ഷം രൂപയാണ് ഞാൻ കളക്ട് ചെയ്ത് കിട്ടിയത്. ഈ പരിസരത്തുള്ളവരെല്ലാം കൂടെ എല്ലാവരും സഹായിച്ച 2.5 ലക്ഷം രൂപയും കൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ ഇവനെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഇതുങ്ങളെല്ലാം ആശുപത്രിയിലാണല്ലോ തന്തയും തള്ളയും. ഈ കാശും കൊണ്ട് പോകുമ്പോഴാണ് ഈ കൊച്ചു വിളിച്ച് എന്നോട് പറയുന്നത്, ചേച്ചി ഇന്നതുപോലെയാണ്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 1 രൂപ പോലും ഇവന് കിട്ടിയിട്ടില്ല, അത് നമ്മൾ ഇത്രയും ബില്ല് അടച്ചു വേണം ഇവനെ കൊണ്ടുവരാനെന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപ അടുത്ത് വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് ഇവളോട് അപ്പൊ എന്റെ പിന്നെ ചേച്ചിയുടെ മരുമോളുണ്ടായിരുന്നു, എന്റെ ആങ്ങളുടെ മോണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ 2-3 കുഞ്ഞുങ്ങളുമായിട്ടാണ് പോയിരിക്കുന്നത്. അതുങ്ങൾ ആ ഉള്ള സമയം കൊണ്ട് സ്വർണവും കൊണ്ട് ഇതുങ്ങൾ ആ പോയ കാറേ തന്നെ പല ജുവലറിയിലും കയറി. എന്തിനാ അതുങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന സ്വർണം വിറ്റ് കുഞ്ഞിനെ കൊണ്ടുവരാം. പക്ഷെ ആ സമയത്തൊന്നും അന്ന് കൊച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അതൊന്നും പറ്റിയില്ല. അവിടുന്ന് പിന്നെ സ്വർണ്ണക്കടക്കാരൻ ഇവിടോട്ട് വിളിച്ച് പറഞ്ഞ് ഞങ്ങളുടെ കുറേ സ്വർണ്ണമുണ്ട്, അത് കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വെക്കുക. ഈ സ്വർണം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തിരിച്ച് ഞങ്ങൾ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ അയാൾ കുറച്ച് കാശിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ ആണോ ഈ ഇരുന്ന കാശും പിന്നെ ഈ സ്വർണം ലാസ്റ്റ് വിറ്റ് അങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ ബില്ല് അടയ്ക്കുന്നത്. അതായത് ഇവർക്കെല്ലാം പണം തിരികെ നൽകേണ്ടതുമാണ്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കടത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. കാരണം ഞങ്ങൾ വെറും വില്ലേഴ്സിലേക്ക് പോകാനായിട്ട്, നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് ആശുപത്രി എന്നെ സജസ്റ്റ് ചെയ്തത് ഈ മന്ത്രിയുടെ ഓഫീസിനൊക്കെ ഇടപെടലായിരുന്നു അല്ലേ? അന്ന് ഞങ്ങൾ ആശുപത്രി കടന്നു കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ വന്ന് പറയുന്നത്, നമുക്ക് അറിയത്തില്ലായിരുന്നു അന്നേരം. അന്ന് നിങ്ങൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്, അത് ശരിയാണ്. അത് മാത്രമല്ല പിന്നീട് മന്ത്രിയുടെ ഓഫീസ് നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ച് പറയുമായിരുന്നല്ലോ, ഈ മനുവിനെയാണ് വിളിച്ച് പറയുന്നത്. അന്നേരം ആ മനു അന്നേരം പറയാം അത് ചെയ്യോ, അത് ചെയ്യാതിരിക്കത്തില്ല മന്ത്രി, അങ്ങനെ. ഏറ്റവും കൂടുതൽ 80,000 രൂപ മാത്രം തരുമ്പോ എന്താ പറയുന്നത്? 40,000 വെച്ചാ ഈ തരുന്നോണ്ടിരുന്നത്. ആദ്യം ഒരു 40,000 വന്ന് അത് ഈ ഞങ്ങളുടെ വിനോദ് സാറല്ല അതുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെയും വിനോദ് സാർ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെയും പോയി 40,000 രൂപ. അന്നേരം പറയുന്നു അവരിങ്ങനെയാ പറയുന്നത്, ഫണ്ടില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെയായി പറയുന്നതെന്ന്. അതായത് ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യവും ഇവർ കാത്തിരിക്കുമ്പോൾ കുഞ്ഞ് 1 വർഷത്തോളം, അതായത് ഈ 17 വയസ്സുകാരൻ 1 വർഷത്തോളം ആശുപത്രിയിൽ കിടക്കയിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ആശുപത്രി അധികൃതർ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് പൊക്കോ എന്ന് ഇവരോട് പറഞ്ഞ ഘട്ടത്തിൽ വീണ്ടും ഇവർ സർക്കാരിനെ ബന്ധപ്പെട്ടു അല്ലേ? ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ തന്നെ വീണ്ടും പറയുന്നത്, അത് നിങ്ങൾ കുറച്ച് ദിവസം കൂടെ കിടക്കുന്നു. അപ്പം ഞാൻ പറയോ അപ്പം പിന്നെയും ബില്ലാകുമല്ലേ കുറച്ച് ദിവസം കൂടെ കിടക്കുമ്പോഴത്തേക്ക്. അങ്ങനെ നിങ്ങൾ എത്ര നാളെ നിങ്ങൾ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഇവരിങ്ങനെ പറഞ്ഞു?
പിന്നെ ഒരു 8 മാസം മുതലേ ഞങ്ങൾ പറയുക ഈ പോണം വീട്ടിലോട്ട് ഒരു പരീക്ഷയാ എന്ന് ഞാൻ പറഞ്ഞു. മോന് പരീക്ഷ എഴുതണം, മോന് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും അവിടെ പഠിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞു ആ എക്സാം എഴുതണം കേട്ടോ സൂരജ് എക്സാം എഴുതണം വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെ പറഞ്ഞെങ്കിൽ വീട്ടിൽ പോയി തെറാപ്പിയൊക്കെ ചെയ്താൽ മതി, ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആശുപത്രിയിലോട്ട് വന്നാൽ മതി, ചെക്കപ്പിനൊക്കെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആശുപത്രിയിൽ. ഇപ്പോഴും ചെക്കപ്പിന് പോകണമെങ്കിൽ 15,000 രൂപയില്ലാതെ പോകാൻ പറ്റത്തില്ല നമുക്ക്. അയാളുടെ മോളെ തീർക്കുന്നപ്പോഴാണ് അയച്ചത്. അയാളുടെ മോടെ സംബന്ധ വീട്ടിൽ നിന്ന് വരെ അക്കൗണ്ടിൽ കാശിട്ട് കൊടുത്ത് അന്ന് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി. തെളിവുകാരതേ ആയിരിക്കുന്നതൊക്കെ ആ രാത്രി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ ഘട്ടത്തിൽ ഇവർക്ക് കിട്ടാനുള്ള സഹായങ്ങൾ പോലും ഇല്ലാതായി എന്നുള്ളതാണ്. അതായത് പ്രാദേശികമായി ഇവർക്ക് നൽകേണ്ട പണം അല്ലെങ്കിൽ അത്തരത്തിൽ ലഭ്യമാകേണ്ട കൂട്ടായ്മകളുടെ ലഭ്യമാകേണ്ട പണം പോലും വലിയ സർക്കാർ സഹായം കിട്ടി എന്ന പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അത്ര ഗതികെട്ട സാഹചര്യത്തിലൂടെയാണ് ഈ രക്ഷകർത്താക്കൾ പോയത്. നാട്ടുകാരും ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ, സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഇത്രയും വലിയ തുക അടച്ച് കുഞ്ഞിനെ കൊണ്ടുവന്നതെന്നാ പറയുന്നത്. ഈ കടത്തിന്റെ കാര്യം ആർക്കും അറിയത്തില്ല. അവര് പറയുന്നു പിന്നെ ഈ സാധാരണ അന്നു പോയി കൊണ്ടുവരുന്നവരെ കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ് ഇത്രയും ലക്ഷം രൂപയും മുടക്കി ഇവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനെന്ന്. സർക്കാർ ചെയ്തിട്ടാണ് പിന്നെ സഹായം ചെയ്തിട്ടാണെന്ന് ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ടുവന്നത്. ശരിക്കും ചതിക്കപ്പെടുകയായിരുന്നു. ചതിക്കപ്പെടുമായിരുന്നു. പക്ഷെ സർക്കാർ പറയണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാമെന്ന്. കാരണം ഇവിടെ ആർക്ക് എന്ത് വന്നാലും ഇവിടെ ചെയ്യുന്ന എന്താണെന്നറിയാം, ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ പിരിച്ച് നല്ലൊരു തുകയാ. എങ്ങനെ പോയാലും ഒരു 10, 15, 18 ലക്ഷം രൂപ വരെ ഞങ്ങൾ പിരിക്കും. ഇവിടെ പിരിച്ച് അങ്ങനെ ഞങ്ങൾ രോഗത്തിന് ചികിത്സിക്കുന്നു. ഇപ്പൊ അന്നേ ഈ കുഞ്ഞ് പറയുന്നുണ്ട് സർക്കാർ അത് ചെയ്യത്തില്ലെന്ന്. സർക്കാർ നോക്കിയിരിക്കരുതെന്ന് ഈ വയ്യാതെ കിടക്കുന്ന കുഞ്ഞ് സഹിതം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് ഇത് ഈ കുട്ടിയുടെ സൂരജിന്റെ അച്ഛന്റെ സഹോദരിയാണ്. ഇവരുടെ വീട്ടിലാണ് കിടക്കുന്നത്. അതായത് ഇവർക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടം സൂരജിന് ഇല്ല എന്നുള്ളതാണ് അല്ലേ? അതെ, നിങ്ങളുടെ വീട്ടിലാണ് നോക്കുന്നത്? എന്റെ വീട്ടിലാണ് കുഞ്ഞ് കിടക്കുന്നത്. കാരണം എന്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് ഇപ്പൊ തന്നെ എന്റെ വീടെന്ന് പറയുന്നത് ഈ കാണുന്നതേ ഉള്ളു. ആ ഒരു മുറി, ഈ ഒരു 2 മുറിയാണ് ഉള്ളത്. കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്താൻ പറ്റിയ ഒരു റൂം ഇല്ലാത്തതിന്റെ പേരിലാണ് കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നത്. ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ടാണ് എന്റെ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ സഹോദരന്റെ കുഞ്ഞ് അതുങ്ങൾക്കൊരു കിടക്കട. എന്റെ ഭർത്താവ് ഒരു രോഗിയാണ്. അതാണ് അവസ്ഥ. അതായത് സർക്കാർ പ്രഖ്യാപിച്ചു, ആ പ്രഖ്യാപനങ്ങൾ ഒന്നും ഇതിനകത്ത് നടന്നില്ല എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു സർക്കാർ പ്രഖ്യാപനം ഉണ്ടായതിന്റെ പേരിൽ കൂടി ദുരിതം ഈ കുടുംബം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. വലിയ കടത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. മാത്രമല്ല സൂരജിന് ഇപ്പോൾ 18 വയസ്സായി. കുട്ടി കിടന്ന കിടപ്പിൽ തന്നെയാണ്. ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ചികിത്സ നൽകി കഴിഞ്ഞാൽ അവന് നടത്തിക്കൊണ്ട് വരാനാകുമെന്നുള്ള പ്രതീക്ഷ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.